രാത്രി ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. അന്നേരം മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ കടുക് പൊട്ടിച്ചിട്ടില്ലല്ലോ എന്ന്. പിന്നെ പെട്ടെന്ന് കുപ്പി എടുത്ത് കടുക് പൊട്ടിച്ചിട്ട് കേട്ടോ. പണ്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുമായിരുന്നു കടുക് തറയിൽ വീഴരുത്, കടുക് തറയിൽ വീണ് കഴിഞ്ഞാൽ വഴക്കുണ്ടാവുമെന്ന്. അതിനകത്ത് വാസ്തവം ഉണ്ടോ? എനിക്കറിയത്തില്ല കേട്ടോ. എന്തുമായാലും ഞാൻ പൊട്ടിച്ചൊക്കെ സൂക്ഷിച്ചിട്ട്. അപ്പോഴത്തേനും അജയണ്ണൻ വന്നു. അജയണ്ണൻ വന്നപ്പോൾ നല്ല നല്ല ചൂട് കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് കുറേയൊക്കെ എടുത്ത് തിന്നേച്ച് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേനും മുട്ടയെല്ലാം നല്ല വെട്ടിത്തിളച്ച് കറിയൊക്കെ ഒരു തിള വന്ന് തുടങ്ങി കേട്ടോ. അങ്ങനെ എന്തുമായാലും ഞാനാണെങ്കിൽ ചപ്പാത്തിക്ക് പരത്താൻ തുടങ്ങി. ചപ്പാത്തിക്ക് പരത്താൻ തുടങ്ങിയത് ചപ്പാത്തിക്കകത്ത് ഞാനിന്ന് പരത്തിയത് അരിപ്പൊടി ഇട്ടാ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ട് അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവുമെന്ന്. പക്ഷേ സോഫ്റ്റ് ഒന്നും ആയതായിട്ട് എനിക്ക് തോന്നിയില്ല. സാധാ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇരുന്ന്. പക്ഷേ ചപ്പാത്തിയുടെ പുറത്ത് നമുക്ക് ഒരുപാട് മാവ് പിടിക്കത്തില്ല. പിന്നെ കല്ലിനകത്ത് പൊടി ഇങ്ങനെ ഇരിക്കത്തില്ലയോ അങ്ങനെയൊന്നും ഇരിക്കത്തില്ല കേട്ടോ. നല്ല അരിപ്പൊടി ഇട്ട് ഇതുണ്ടാക്കിയപ്പോഴത്തേന് നല്ല വ്യത്യാസമുണ്ട് അതിന്. എന്തുമായാലും ചപ്പാത്തി റെഡിയായി. ഞാൻ 2 ചപ്പാത്തിയൊക്കെ എടുത്ത് അതിനകത്ത് ഒരു ഇച്ചിരി മുട്ടക്കറിയൊക്കെ ഒഴിച്ച് എല്ലാം കൂടെ കൊണ്ട് പോവുക കഴിക്കാൻ.